ഫിൻജാൽ ചുഴലിക്കാറ്റ് തീരം തൊടാനിരിക്കെ നിർദ്ദേശങ്ങളുമായി തമിഴ്നാട് സർക്കാർ രംഗത്ത് വന്നു. ചെന്നൈ, തിരുവള്ളൂർ, കാഞ്ചീപുരം, ചെങ്കൽപ്പെട്ട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. IT കമ്പനിയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അനാവശ്യമായി വീട്ടിൽ നിന്നിറങ്ങുന്നത് ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്നും ചേരുന്നു. റഹീസ്, ഇന്ന് എന്തായിരുന്നു അവസ്ഥ? ശരിക്കും പക്ഷേ നാളെ കാര്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നടത്തി കഴിഞ്ഞോ ഇത് കരതൊടുമ്പോൾ? ഇന്ന് എന്തായാലും കാര്യങ്ങൾ കൈവിട്ട് പോയിട്ടില്ല. അല്ലെങ്കിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഒരു പ്രതീക്ഷിച്ച തരത്തിൽ തന്നെയാണ്. ചില ഇടങ്ങളിൽ ഒറ്റപ്പെട്ട കനത്ത മഴയുണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ചിലയിടങ്ങളിൽ മഴയുണ്ടാകി. മറ്റ് എല്ലാ പ്രദേശങ്ങളിലും ചെറിയ തോതിലാണ് മഴ ഉണ്ടാവുക എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. ചെന്നൈയിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മഴ ആരംഭിച്ചു. ശേഷം ഇടവേളകളിൽ കൃത്യമായി മഴ പെയ്യുന്നുണ്ട്. പക്ഷേ അതൊരു വലിയ ഭീതി ഉണ്ടാക്കുന്ന തരത്തിലുള്ള മഴയല്ല. ഏറ്റവും പ്രധാനം, ആദ്യമായി തമിഴ്നാട് സർക്കാർ ഇപ്പോൾ പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ഫിൻജാൽ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ടുള്ള പൊതുജനങ്ങൾക്കുള്ള ആദ്യ നിർദ്ദേശത്തിൽ തന്നെ സ്കൂളുകൾക്കുള്ള അവധി പറയുന്നു. ഒപ്പം പ്രത്യേകമായി പറയുന്ന ഒന്നുണ്ട്, അനാവശ്യമായി വീട്ടുകളിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്ന തരത്തിലേക്ക് ഈ മുന്നറിയിപ്പിന്റെ സ്വഭാവം മാറിയിരിക്കുന്നു. അത് തീർച്ചയായും ഈ ഫിൻജാൽ ചുഴലിക്കാറ്റ് നാളെ തമിഴ്നാട്ടിലേക്ക് എത്തുകയാണ്. തമിഴ്നാട് തീരം തൊടും. അപ്പോൾ അനാവശ്യമായി ജനങ്ങൾ പുറത്തിറങ്ങുന്നത് ചിലപ്പോൾ ആപത്ത് വിളിച്ചു വരുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അതുകൊണ്ടാണ് ജനങ്ങൾ പുറത്തിറങ്ങരുതെന്ന് പറയുന്നു. ഒപ്പം തന്നെ ബീച്ചിലും പാർക്കിലും പ്രത്യേകമായി പോകരുത് എന്നുള്ള നിർദ്ദേശമുണ്ട്. IT കമ്പനികൾക്ക് ഉൾപ്പെടെ വർക്ക് ഫ്രം ഹോം നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ അവധി നൽകാൻ പറ്റുന്ന സ്ഥാപനങ്ങളൊക്കെ അവധി നൽകണം എന്നുള്ള തരത്തിലേക്ക് മുന്നറിയിപ്പ് നീങ്ങുന്നു. അങ്ങനെ മുന്നറിയിപ്പിന്റെ സ്വഭാവം ഒരു ഭാഗത്ത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അവിടെ നിൽക്കുന്നു. രണ്ടാമതായി ഈ മീറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും അവസാനമായി വന്നൊരു മുന്നറിയിപ്പിൽ 6 ജില്ലകളിലാണ് നിലവിൽ ഓറഞ്ച് അലേർട്ട് ഉള്ളത്. റെഡ് അലേർട്ട് ഒരു ജില്ലയിലുമില്ല. ഇത് 10 മണി വരെയുള്ള ഏതാണ്ട് ഒരു മണിക്കൂർ കൂടിയുള്ള ഒരു മുന്നറിയിപ്പാണ്. അതിനുശേഷം ഈ മുന്നറിയിപ്പ് മാറും. ശേഷം 9 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്ന് രാത്രിയോടുകൂടി മഴ അതിശക്തമാകും. നാളെ ഫിൻജാൽ ചുഴലിക്കാറ്റ് തമിഴ്നാട്ടിലെ തീരം തൊടും. അത് മഹാബലിപുരത്തിനും ഒപ്പം തന്നെ കാരക്കലിനും ഇടയിലായിരിക്കും. പുതുച്ചേരിയോട് ചേർന്നുള്ള പ്രദേശത്തായിരിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഈ കാരക്കലിന് അടുത്തേക്കുള്ളൊരു പ്രദേശത്താകും ഈ ഫിൻജാൽ ചുഴലിക്കാറ്റ് നിലം തൊടുക. ശേഷം 60, 70, 90 കിലോമീറ്റർ വേഗതയിലേക്ക് ഈ കാറ്റിന്റെ വേഗത മാറും. നാളെ ഒരു ദിവസമാണ് സത്യത്തിൽ തമിഴ്നാടിന് ആശങ്കപ്പെടേണ്ടതായിട്ടുള്ളത്. ഈ തീരദേശ മേഖലകളിലൊക്കെയും കാറ്റ് ആഞ്ഞു വീശും. ഒപ്പം തന്നെ കടൽ പ്രക്ഷുബ്ധമാണ് ഇപ്പോൾ തന്നെ. ശേഷം അത് അതിശക്തമായി മാറും. ഒപ്പം തമിഴ്നാട്ടിൽ വ്യാപക മഴയുണ്ടാകും. അത് ഒരു 2-3 ജില്ലകളിൽ അതിശക്തമായ മഴയായി മാറും എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. വലിയ തോതിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എങ്കിലും ജാഗ്രത കൈവിടേണ്ടാത്ത നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ സർക്കാർ സംവിധാനങ്ങൾ അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ ശക്തമാക്കുന്നു. മീറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഓരോ നിമിഷവും കൃത്യമായ അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. കാര്യങ്ങൾ അവർ കരുതുന്ന തരത്തിലേക്ക് തന്നെ മാറുകയാണ് എങ്കിൽ നാളെ കൊണ്ട് ഈ ഭീഷണി ഒഴിവാകും. SKN. ഓക്കെ, താങ്ക് യു റഹീസ്.